നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബംഗാളിയുടെ കൂടെയായിരുന്നു സുമ കുഞ്ഞുമായി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ചവർക്ക് ആർക്കും അവളുടെ പൊടി പോലും കിട്ടിയില്ല. ആ നിരാശയിലായിരിക്കണം ഭാര്യയും കുഞ്ഞും പോയപ്പോൾ തനിച്ചായി പോയ ഒരു മനുഷ്യന്റെ ചങ്കുപൊട്ടിയ വേദന ആരൊക്കെയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ ഇട്ടത്. കണ്ടവരെല്ലാം സുമയെ വെറുത്തു, മതിയാവോളം കുറ്റപ്പെടുത്തി. സഹതാപം നിറഞ്ഞ ഒരു നെടുവീർപ്പുമായി ആ വീഡിയോ മാറ്റി അടുത്തതിലേക്ക് പോകാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാനത് വീണ്ടും വീണ്ടും കണ്ടു. അയാളുടെ ശബ്ദം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാനും ഒരു പെണ്ണാണ്. ഈ പാവത്തിനെ വിട്ടുപോകാൻ അവൾക്ക് എങ്ങനെ തോന്നി? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കേ അത്തരക്കാരുടെ വിഷമം അറിയുകയുള്ളൂ. എന്തെങ്കിലും കാരണമില്ലാതെ ഭർത്താവിനെ വിട്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ആ വീഡിയോയുടെ കീഴിൽ ഒരു അഭിപ്രായമായിരുന്നു അത്. മറ്റൊരാളോടുള്ള താൽക്കാലിക ആവേശം മാത്രം മതി ഒരാൾക്ക് തന്റെ കൂട്ടിനെ ഒഴിവാക്കാൻ. അതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ. കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തിയുടെ തൊലിവെളുപ്പിൽ എന്നെ ഉപേക്ഷിച്ചു പോയ ഒരു ഭർത്താവ് എനിക്കും ഉണ്ടായിരുന്നു. അവളെയും അങ്ങേര് ഉപേക്ഷിച്ചുവെന്നാണ് കേൾക്കുന്നത്. മറ്റൊരു അഭിപ്രായത്തിൽ സുമയ്ക്ക് തന്റെ ഭർത്താവിന്റെ പക്കൽ നിന്ന് ശാരീരിക സുഖം കിട്ടുന്നുണ്ടാകില്ലെന്ന തരത്തിലായിരുന്നു. കാമസുഖം തേടി പോകുന്ന ഇവളുമാരെയൊക്കെ ന്യായീകരിക്കാനും ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. എന്നിരുന്നാലും ഭൂരിഭാഗം പേരും എന്നെ പോലെ തന്നെ ഭാര്യയും കുഞ്ഞും പോയ അയാളുടെ വിഷമത്തിൽ പങ്കുകൊണ്ടു. അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. സുമയുടെ ഭർത്താവ് ഒരു ലോറി ഡ്രൈവറാണ്. നാട്ടുകാർക്കൊക്കെ എന്തൊരു മതിപ്പാണെന്നറിയാമോ അയാളോട്? ഇങ്ങനെ ഒരു പാവം മനുഷ്യനെ വിട്ടുപോയ സുമ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുമെന്ന് ഈ നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പ്രാകുന്നു. ആ നാട്ടിലേക്ക് പോയി ആ മനുഷ്യനെ ഒന്ന് കണ്ടാലോ എന്ന ചിന്തയാണ് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ പുറപ്പെട്ടു. ബസ് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഓട്ടോയിൽ പോകേണ്ട ദൂരമേ ഉള്ളൂ. ഓട്ടോ ഇറങ്ങി സുമ ഓടിപ്പോയ ആ വീട്ടിലേക്ക് ഞാൻ നടന്നു. രണ്ടു വട്ടം കോളിംഗ് ബെല്ലടിച്ചപ്പോൾ കൊഴിഞ്ഞ കണ്ണുകളുമായി അയാൾ കതക് തുറന്നു. അനുവാദം ചോദിച്ച് ഞാൻ അകത്തേക്ക് കയറുന്നത് പുറത്തുനിന്ന് ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു. അയാൾ ഒന്നും പറയാതെ തല കുനിച്ചു. ആ കുനിഞ്ഞ തലയാണ് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എന്നോട് ചോദിച്ചത്. വിഷമിക്കരുതെന്ന് പറയാൻ. കേട്ടപ്പോൾ ആ മനുഷ്യൻ ഉള്ളുപൊട്ടിക്കരഞ്ഞു. ഒരു കുഞ്ഞിനോടെന്ന പോലെ അയാളെ ഞാൻ ആശ്വസിപ്പിച്ചു. കൂടുതലൊന്നും പറയാൻ പറ്റാതെ ഞാൻ ആ സെറ്റിയിലേക്ക് ഇരുന്നു. യാദൃച്ഛികമായാണ് ഞാൻ ഭിത്തിയിലേക്ക് നോക്കിയത്. അയാളും സുമയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഭിത്തിയിലിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സുമയെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നി. പുരുഷന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ഒരു പീസ് തന്നെ. വെളുത്തു തുടുത്ത കവിളും ചുവന്ന ചുണ്ടുകളും കടഞ്ഞെടുത്തതുപോലെയുള്ള ആ ശരീരവും ഉടയാത്ത ആ മുന്നഴക് ഒന്ന് കാണേണ്ടത് തന്നെ. ഇതനുഭവിക്കാൻ ആ ബംഗാളിക്കാണല്ലോ ദൈവമേ യോഗം, ഞാൻ ഓർത്തു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. പതുക്കെ അവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് രണ്ടു വട്ടം ഞാൻ അവിടേക്ക് ചെന്നു. ആ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. എന്റെ ജീവിതത്തിലെ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ നേരമായെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ആദ്യ ഭർത്താവിന് മറ്റൊരാളോട് ഇഷ്ടമായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല ആ ബന്ധം വേർപെട്ടു പോയത്. തന്നിലും പ്രാധാന്യം അവൾക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. 2 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങളെന്ന് തീരുമാനിച്ചത് ഒരു തരത്തിൽ നന്നായി. ഞങ്ങളുടെ ബന്ധം അതുവരെയൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിൽ തെളിഞ്ഞ ഒരു സാധു ലോറിക്കാരന്റെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ എനിക്ക് എളുപ്പത്തിൽ സാധിച്ചു. 3ാമത്തെ തവണ ആ വീട്ടിലേക്ക് കയറുമ്പോൾ എന്റെ കയ്യിലൊരു നിലവിളക്കുണ്ടായിരുന്നു. ആ നാട്ടുകാരെ എല്ലാം സാക്ഷിയാക്കി ഞാൻ അയാളുടെ ഭാര്യയായി. വന്നവരെല്ലാം എന്റെ തീരുമാനത്തെ അന്ന് അഭിനന്ദിച്ചു. അത്രയ്ക്കും പാവമാണ് അയാളെന്ന് ആവർത്തിച്ചു. നിനക്കാണ് അവന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമെന്ന് വരെ വന്നവരിൽ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. വളരെ സന്തോഷത്തിലാണെന്ന അർത്ഥത്തിൽ ജീവിതത്തിന്റെ ചിരിവിടർന്ന നാളുകളെയായിരുന്നു പിന്നീട് ഞാൻ പരിചയപ്പെട്ടത്. ഭർത്താവ് ലോറിയുമായി കാലത്ത് പോയാൽ രാത്രിയായേ വരികയുള്ളൂ. ദൂരയാത്രയാണെങ്കിൽ 2 or 3 ദിവസങ്ങൾ എടുക്കും. അതൊന്നും എനിക്ക് പ്രയാസമേ ആയിരുന്നില്ല. ജോലിയുടെ ഭാഗമല്ലേ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ സുമയ്ക്കുണ്ടായിരുന്നിരിക്കില്ല. പരസ്പരം ചേർന്ന് ജീവിക്കാൻ ആരംഭിച്ചതിന്റെ 2ാമത്തെ മാസം 5 ദിവസം കഴിഞ്ഞിട്ടും എന്റെ ഭർത്താവ് വന്നില്ല. ആപത്തൊന്നും വരുത്തല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു. എന്റെ പ്രാർത്ഥന ഇതുവരെ കാണാത്ത ഏതോ ദൈവം കേട്ടു. പതിവില്ലാത്ത വേഗതയിൽ മുറ്റത്തേക്ക് ലോറി വന്ന് നിൽക്കുകയായിരുന്നു.
അതിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. ഭർത്താവ് മദ്യപിച്ചെത്തിയാൽ തെയ്യം തുള്ളുന്ന ഒരു ഭാര്യയല്ല ഞാൻ. അയാൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ പരിഭവമൊന്നും കൂടാതെ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എന്നോട് ചിരിച്ചും സംസാരിച്ചും വിളമ്പിയതെല്ലാം ആ മനുഷ്യൻ കഴിക്കുകയും ചെയ്തു. പാത്രങ്ങളൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞെത്തുമ്പോഴേക്കും അയാൾ ഉറങ്ങിയിരുന്നു. ഞാനും കിടന്നു. പതിയെ മയങ്ങി. ഒരു തൂവൽ സ്പർശം പോലെ എന്തോ എന്നിൽ ഇഴയുന്നു. എന്റെ മുന്നഴകിലും വയറിലുമൊക്കെ സുഖമുള്ള ഒരു സ്പർശനം അറിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. ഭർത്താവാണ്. പൂർണ്ണമായി എന്നിലേക്ക് ഇഴയാൻ ഞാൻ വഴങ്ങിക്കൊടുത്തു. വളരെ ആവേശത്തോടെ അയാൾ എന്റെ ശരീരത്തിൽ കിതച്ചു. സുഖാനുഭൂതിയുടെ അറ്റം കഴിഞ്ഞപ്പോൾ പതിയെ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. എന്നിട്ടും ഭർത്താവിന്റെ ആസ്വാദനത്തിന് മുടക്കം വരുത്തണ്ട എന്ന് എനിക്ക് തോന്നി. ആ വേദനയിലും ഒരു സുഖം കണ്ടെത്തി കിടക്കുകയാണ് ഞാൻ. അയാൾ എന്നെ വിടുന്ന മട്ടില്ല. കൂടുതൽ ശക്തിയോടെ എന്നിലേക്ക് തന്നെ ആ പുരുഷൻ വീണുകൊണ്ടേയിരുന്നു. പതിയെ എനിക്ക് വേദനിക്കുന്നു. അയാള് എവിടെ കേൾക്കാൻ? അറവുശാലയിൽ തൂക്കിയിട്ട മാംസത്തിലോടെന്ന പോലെ എന്നോട് പ്രതികരിച്ചു. ഞാൻ കരഞ്ഞുപോയി. എനിക്ക് വേദനിക്കുന്നു. എത്ര കേണു പറഞ്ഞിട്ടും ഭർത്താവ് എന്നെ വിട്ടില്ല. തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാളോളം ആരോഗ്യം എനിക്കില്ലെന്ന് മനസ്സിലായി. ഞാൻ കാറിക്കരഞ്ഞു. അപ്പോൾ അയാൾ കൂടുതൽ ആവേശപ്പെടുകയായിരുന്നു. ആ മനുഷ്യൻ എന്റെ വേദനകളെയാണ് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴേക്കും അയാൾ നിർത്തി. തുടർന്ന് കിടക്കയിലേക്ക് മറിഞ്ഞു വീണ് കിടന്നുറങ്ങി. ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്ന പോലെയാണ് ഞാൻ എഴുന്നേറ്റത്. പറ്റുന്നില്ല നടക്കാൻ പോലും. ബാത്റൂമിൽ പോയി കുളിച്ചപ്പോൾ എവിടേക്കോ മുറിഞ്ഞ വേദന. ഞാൻ ഏങ്ങി കരഞ്ഞു. അയാൾ ഉണരും മുമ്പേ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. തുണികളെല്ലാം എടുത്ത് ബാഗ് നിറയ്ക്കുമ്പോഴാണ് ഞാൻ സുമയെ ഓർത്തത്. പ്രതികരിക്കാൻ നാക്കും ഇറങ്ങിപ്പോകാൻ ഇടവും ഉണ്ടായിരുന്നിരിക്കില്ല ആ പാവം പെണ്ണിന്. വിഷയം ഇതായതുകൊണ്ട് അകത്ത് നടക്കുന്നതൊന്നും പുറത്തു പറയാനുള്ള ധൈര്യം മിക്കവർക്കുമില്ല. അങ്ങനെ എത്രയെത്ര നിസ്സഹായരായ പെണ്ണുങ്ങൾ കിടപ്പറയിലെ അടിമകളായി ജീവിതം നയിക്കുന്നുണ്ടാകും. ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. നാട്ടിൽ നല്ലവനാണെന്നുള്ള അയാളുടെ മുഖംമൂടി വലിച്ചു കീറിയേ പറ്റൂ. അതിനുള്ള ധൈര്യം സ്വയം ഉണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ നൊന്തു നീറിയ എന്റെ ശരീരം വിറച്ചുപോയി. എന്നിട്ടും ഞാനത് തീരുമാനിച്ചു. ഇനി ഒരു പെണ്ണിനെയും അയാൾ വേട്ടയാടില്ല. പരാതി കൊടുക്കണം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത ആ മനുഷ്യനെ തുറുങ്കിലടയ്ക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. എല്ലാത്തിനും അപ്പുറം പകൽമാന്യനായ ഇങ്ങനൊരു ക്രൂരനെ 5-6 വർഷം സഹിച്ച സുമയെ ഞാൻ ഉള്ളിൽ തൊഴുതു നിന്നുപോയി. കാണുന്നതും കേൾക്കുന്നതിനും മേലെ അനുഭവമാണ് ലോകമെന്ന അറിവ് ആദ്യമായി തലയിൽ കൊള്ളുന്നത് ആ വേളയിലായിരുന്നു ഞാൻ.